called to love God. ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. You are called for a purpose. നിങ്ങൾ വിളിക്കപ്പെട്ടതിന് ഒരു ഉദ്ദേശമുണ്ട്. What purpose? എന്താണ് ആ ഉദ്ദേശം? I push on towards the goal. ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. To win the prize of God's heavenly calling in Christ Jesus. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി. For this I push on towards the goal with passion for Jesus. അതിനായി യേശുവിനോടുള്ള അഭിനിവേശത്തോടെ ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. Today, my friends, God is here to place a great passion within us. ഇന്ന് ദൈവവചനത്തോടുള്ള അമിതമായ താല്പര്യം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുവാൻ പോകുന്നു. Romans 8:28 says, റോമർ 8:28 പറയുന്നു, we know that for those who love God, all things work together for good. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. For those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. And the last line says, for those who are called together for his purpose. അവസാനത്തെ വരി പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. You are called for a നിങ്ങൾ purpose. വിളിക്കപ്പെട്ടതിന് ഒരു ഉദ്ദേശമുണ്ട്. What purpose? എന്താണ് ആ ഉദ്ദേശം? To come and sit in this theater? ഈ തിയേറ്ററിൽ വന്ന് ഇരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? To come and meet your friend here? വന്ന് സ്നേഹിതനെ കണ്ടുമുട്ടണമെന്ന ഉദ്ദേശത്തോടെയാണോ നിങ്ങൾ To വിളിക്കപ്പെട്ടിരിക്കുന്നത്? come and see Stella Ramola? നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റെല്ല റമോളയെ കാണണമെന്ന ഉദ്ദേശത്തോടെയാണോ Much വിളിക്കപ്പെട്ടിരിക്കുന്നത്? more than that. അതിനേക്കാൾ മഹത്തായ ഒരു ഉദ്ദേശമുണ്ട്. It is to come and love God. നിങ്ങൾ ഇവിടെ വന്ന് ദൈവത്തെ സ്നേഹിക്കണം. ഇവിടെ For വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. those who love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. Even now, as I say this, tremendous passion toward his love is filling your heart. ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ ദൈവസ്നേഹം സ്വന്തമാക്കണമെന്ന അത്യധികമായ താല്പര്യം നിങ്ങൾക്കുള്ളിൽ You are ജനിക്കുന്നു. called to love God. ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. And for those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് all things work together for good. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. This is a tremendous blessing. ഇതാണ് അത്യധികമായ അനുഗ്രഹം. Because you know your future. കാരണം നിങ്ങളുടെ ഭാവി ജീവിതം എന്താകുമെന്ന് നിങ്ങൾക്കറിയാം. You know how your path is going to end. നിങ്ങളുടെ ജീവിത വഴികൾ എങ്ങനെ അവസാനിക്കുമെന്ന് നിങ്ങൾക്കറിയാം. You know how your family's future is going to നിങ്ങളുടെ be. കുടുംബത്തിന്റെ ഭാവി എന്തായി തീരുമെന്ന് നിങ്ങൾക്കറിയാം. You know how your studies is going to turn out. നിങ്ങളുടെ പഠനം എങ്ങനെ മാറുവാൻ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയാം. Because all things will work together for good in your life. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. Amen. ആമേൻ. Receive this blessing ഈ അനുഗ്രഹം പ്രാപിക്കുവിൻ. of a prosperous and a bright future. സമ്പൽ സമൃദ്ധമായ ഭാവി ജീവിതം സ്വന്തമാക്കുവിൻ. You have received a blessing which makes all things good. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. As you have a passion to love God. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള താല്പര്യം നിങ്ങളിൽ ജനിച്ചതിനാൽ. How many of you have heard about the movie Passion of Christ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? Oh, there are many of you who haven't heard about that movie. ആ ചലച്ചിത്രത്തെക്കുറിച്ച് കേൾക്കാത്തവർ നിങ്ങളിൽ അനേകരുണ്ടല്ലോ. The good movie. അത് വളരെ നല്ലൊരു ചലച്ചിത്രമാണ്. Showed how they nailed Jesus to the cross and he died. അവർ യേശുവിനെ എങ്ങനെയാണ് ക്രൂശിൽ തറച്ചതെന്നും യേശു എങ്ങനെയാണ് മരിച്ചതെന്നും ആ ചലച്ചിത്രത്തിൽ കാണാം. As Jesus went through that, we understand what purpose he came into this world for. യേശു മാരകമായ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ എന്തുദ്ദേശത്തോടെയാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്ന് നമുക്ക് The മനസ്സിലാക്കാം. passion of Christ was to die for you and me. നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിൽ മരണം വരിക്കുക എന്നതായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ തീവ്രമായ അഭിലാഷം, താല്പര്യം. And that through that death, everything bad in our life would ആ die. മരണം മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ സകല ചീത്ത കാര്യങ്ങളും
നിർജീവമായി തീരുന്നു. What is your passion? നിങ്ങളുടെ തീവ്രമായ താല്പര്യം എന്താണ്? Can you compare your passion to the passion of യേശുവിന്റെ Christ? തീവ്രമായ താല്പര്യത്തോട് നിങ്ങളുടെ താല്പര്യത്തെ നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കൂ. They chose to mock him with all sorts of words. സകല വിധത്തിലുള്ള വാക്കുകളും ഉപയോഗിച്ച് അവർ യേശുവിനെ പരിഹസിച്ചു. You are a liar, they said. അവർ പറഞ്ഞു, നീ ഒരു നുണയനാണ്. Oh, he says he's such a great God. അവൻ പറയുന്നു, അവൻ വലിയവനായ ദൈവമാണെന്ന്. Even as his clothes are being torn and his back is being torn apart because of the beatings. അവന്റെ വസ്ത്രങ്ങളെല്ലാം കീറി പറിഞ്ഞിരിക്കുന്നു. ചാട്ടവാർ കൊണ്ടുള്ള അടിയേറ്റ് അവന്റെ പുറത്ത് മുഴുവൻ മുറിവുകളാണ്. Let us laugh and call him the King of the Jews. നമുക്ക് അവനെ നോക്കി കളിയാക്കി ചിരിക്കാം. യഹൂദന്മാരുടെ രാജാവേ എന്ന് വിളിച്ച് പരിഹസിക്കാം. The king who has no power. രാജാവിന് യാതൊരു ശക്തിയുമില്ല. He calls himself the Son of God. താൻ ദൈവപുത്രനാണെന്ന് അവൻ പറയുന്നു. No power to save himself. എന്നാൽ തന്നെ താൻ രക്ഷിപ്പാൻ അവൻ ഒരു ശക്തിയുമില്ല. Is this Jesus? ഇതാകുന്നു യേശുക്രിസ്തു. And they mocked him. അവർ യേശുവിനെ പരിഹസിച്ചു. And they nailed him to the അവർ cross. യേശുവിനെ കുരിശിൽ തറച്ചു. And they put thorns and crushed his head. അവർ യേശുവിന്റെ ശിരസിൽ മുൾമുടി വെച്ചു. അവന്റെ ശിരസിനെ തകർത്തു. Blood was continuously pouring out. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി But with ഒഴുകി. all this, യേശു അതെല്ലാം സഹിച്ചു. if it were us, യേശുവിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ we would get angry at those people. നമ്മെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് വളരെയധികം ദേഷ്യം തോന്നിയിരിക്കും. We would shout against them. നാം അവർക്കെതിരായി അലറി We would വിളിച്ചിരിക്കും. curse them. നാം അവരെ ശപിച്ചിരിക്കും. But എന്നാൽ യേശു സകലതും സഹിച്ചു. his love യേശുവിന്റെ സ്നേഹം overcame all anger. സകല കോപത്തെയും കീഴടക്കി. Because his heart and feeling of love was much greater. കാരണം യേശുവിന്റെ ഹൃദയവും സ്നേഹത്തിന്റെ വ്യാപ്തിയും വളരെ വലുതായിരുന്നു. Because my purpose is to die for them. കാരണം അവർക്ക് വേണ്ടി മരിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. Passion is to love them. അവരെ സ്നേഹിക്കുക എന്നതാണ് എന്റെ തീവ്രമായ ആഗ്രഹം. Not to get angry at them and curse them. അവരോട് കോപിച്ച് അവരെ ശപിക്കുക എന്നതല്ല. Not to destroy them with the power of heaven. സ്വർഗീയ ശക്തി കൊണ്ട് അവരെ നശിപ്പിക്കുക എന്നതല്ല എന്റെ ലക്ഷ്യം. But love them. അവരെ സ്നേഹിക്കുക എന്നതാണ്. He said, Father, forgive these people. യേശു പറഞ്ഞു, പിതാവേ, ഈ ജനങ്ങളോട് ക്ഷമിക്കണമേ. I love them. ഞാൻ അവരെ സ്നേഹിക്കുന്നു. I love them. ഞാൻ അവരെ സ്നേഹിക്കുന്നു. That is passion. പേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. Can you love those who hate you? നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Those who ill-treat you and betray you? നിങ്ങളെ വഞ്ചിക്കുന്നവരെ, നിങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നവരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? Those who treat you harshly or those who discipline you? നിങ്ങളോട് പരുഷമായി ഇടപെടുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? നിങ്ങളെ ശാസിച്ച് അച്ചടക്കത്തിലൂടെ നയിക്കുന്നവരെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? Can you still love them like Jesus and say, oh no, their souls shouldn't perish because of their wicked ways? അവരുടെ ദുഷ്ടവഴികൾ നിമിത്തം അവരുടെ ആത്മാക്കൾ നശിച്ചു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ പോലെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കുവാൻ സാധിക്കുമോ? Even though they're hurting me, അവരെന്നെ വേദനിപ്പിക്കുന്നുവെങ്കിലും it is only them who are going to lose their soul. അവർക്കാണ് അവരുടെ ആത്മാവിനെ നഷ്ടപ്പെടുവാൻ പോകുന്നത്. Their wickedness should not destroy them. അവരുടെ ദുഷ്ടത അവരെ നശിപ്പിക്കുവാൻ പാടില്ല. Can you love their soul enough to say that? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ ആത്മാക്കളെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് That is കഴിയുമോ? what Jesus asked us to do, and he showed it. അപ്രകാരം ചെയ്യുവാനാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതാണ് യേശു നമുക്ക് കാണിച്ചു തന്നത്. That is real passion for a ഒരു person. വ്യക്തിയുടെ യഥാർത്ഥ പേഷൻ, അതായത് ഇന്ദ്രിയാധീനത, അതാണ്. Real love for a ഒരു person. വ്യക്തിയോട് യഥാർത്ഥ സ്നേഹം കാണിക്കുക എന്നതാണ്. Through the love of Jesus, you can also do that. യേശുവിന്റെ സ്നേഹത്തിലൂടെ നിങ്ങൾക്കും അപ്രകാരം ചെയ്യുവാൻ സാധിക്കും. You can love despite any situation. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയും. Even if that person is directly hitting you. ആ വ്യക്തി നേരിട്ട് നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും You feel bad for them and you love their souls and ask their souls not to perish before the അവരുടെ Lord. പ്രവൃത്തികൾ നിമിത്തം അവരുടെ ആത്മാക്കൾ നശിച്ചു പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കും. That's the richness of the love of Jesus. അതാകുന്നു യേശുവിന്റെ സ്നേഹത്തിന്റെ മഹാത്മ്യം. Because you know that nothing bad can happen to you through them. കാരണം അവരിലൂടെ നിങ്ങൾക്ക് ചീത്തയായതൊന്നും സംഭവിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം.
They cannot do anything to you. അവർക്ക് നിങ്ങൾക്കെതിരായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. The Lord will protect you. കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും. Instead, we feel bad for them. അവരെക്കുറിച്ച് നമ്മൾ മോശമായി ചിന്തിക്കുന്നതിന് പകരം Their soul should not perish. അവരുടെ ആത്മാക്കൾ നശിച്ചു പോകരുത്, Their life shouldn't be ruined. അവരുടെ ജീവിതം നശിച്ചു പോകരുതെന്ന് നമ്മൾ ചിന്തിക്കണം. That is a tremendous love. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ മഹത്തായ But സ്നേഹം. today, God is going to lead us towards such a passion to love Jesus first. ഇന്ന് ആദ്യം യേശുവിനെ സ്നേഹിക്കത്തക്കവണ്ണം അതുപോലെയുള്ള ഒരു സ്നേഹത്തിലേക്ക് ദൈവം നമ്മെ വഴി നടത്തുന്നു. This is the passion we're going to receive. ഇതുപോലെ ദൈവത്തെ സ്നേഹിക്കണമെന്ന അതിയായ താല്പര്യമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. And 1 John 4:19 says what we have been talking about. നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? 1 യോഹന്നാൻ 4:19 അതിനെക്കുറിച്ച് പറയുന്നു. We love because He has first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. We are able to love Jesus because He's first loved us and died for us on the cross. യേശു ആദ്യം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം വരിച്ചതുകൊണ്ട് നമുക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയുന്നു. We love thanking God for that. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, അതിനായി ദൈവത്തിന് സ്തോത്രം As കരയുന്നു. my sister Stella was all alone in a foreign nation, എന്റെ സഹോദരി സ്റ്റെല്ല ഒരു വിദേശ രാജ്യത്ത് തികച്ചും ഒറ്റപ്പെട്ടപ്പോൾ our family couldn't be with her and she had to study there in a new country. അവൾ ഒരു വിദേശ രാജ്യത്ത് പഠിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് കുടുംബമായി അവളോടൊപ്പം ആയിരിക്കുവാൻ New കഴിഞ്ഞില്ല. friends she had to make who were culturally totally different. സാംസ്കാരികമായി തികച്ചും വ്യത്യസ്തമായ ഒരു രാജ്യത്ത് അവൾ പുതിയ സ്നേഹിതന്മാരെ If കണ്ടെത്തണമായിരുന്നു. we think one thing, they'll think completely opposite. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ അവിടെയുള്ളവർ അതിനെ പ്രതികൂലമായ കാര്യം She ചിന്തിക്കും. found it very difficult to connect instantly. ഉടനടി അവിടെയുള്ളവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ അവൾക്ക് വളരെ പ്രയാസം അനുഭവപ്പെട്ടു. And the whole education was different there. അവിടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വ്യത്യസ്തമായിരുന്നു. She would come and cry before the Lord, Lord, who is there for me? I feel all alone here. അവൾ കർത്താവിന്റെ മുൻപാകെ കരഞ്ഞു പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്കിവിടെ ആരാണുള്ളത്? ഞാൻ ഇവിടെ തികച്ചും I ഒറ്റപ്പെട്ടിരിക്കുന്നുവല്ലോ. feel so alone. എനിക്ക് വളരെയധികം നിരാശ അനുഭവപ്പെടുന്നു. I'm having to do this all by myself. ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണമല്ലോ. God saw her cry. ദൈവം അവളുടെ കണ്ണുനീർ കണ്ടു. And one day she saw the image of Jesus on the cross in her heart. ഒരു ദിവസം അവൾ തന്റെ ഹൃദയത്തിൽ യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട രൂപം ദർശിച്ചു. Hanging there all by himself for യേശു her. അതികഠിനമായ വേദനകൾ സഹിച്ചുകൊണ്ട് ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. യേശു തികച്ചും ഒറ്റപ്പെട്ടിരുന്നു. And she felt him saying, my daughter, I am also on the cross all alone. എന്റെ മകളെ, ക്രൂശിൽ ഞാനും ഒറ്റയ്ക്കായിരുന്നു എന്ന് യേശു തന്നോട് പറയുന്നത് പോലെ അവൾക്ക് തോന്നി. There was no one for me, എനിക്ക് ആരുമുണ്ടായിരുന്നില്ല. only people to hate me, ജനങ്ങൾ എന്നെ വെറുക്കുക മാത്രമാണ് ചെയ്തത്. only people spitting at ജനങ്ങൾ me. എന്നെ തുപ്പുകയാണ് ചെയ്തത്. I was all alone, but still I bore all that for ഞാൻ you. തികച്ചും ഒറ്റപ്പെട്ടിരുന്നു. ഇന്നും നിനക്ക് വേണ്ടി ഞാൻ ആ വേദന I സഹിക്കുന്നു. am still with you. ഞാൻ ഇപ്പോഴും നിന്നോട് കൂടെയുണ്ട്. Even though nobody is, I am with you. ആരും നിന്നോടൊപ്പം ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ട്. Are you also feeling all alone? നിനക്ക് ഒറ്റപ്പെട്ടുവെന്ന് തോന്നുകയാണോ? Deserted by family? കുടുംബത്തിൽ നിന്ന് നീ വേർപെട്ട് ദൂരേക്ക് വന്നിരിക്കുന്നുവോ? Deserted by your friends? നീ നിന്റെ കൂട്ടുകാരെ വിട്ട് വന്നിരിക്കുന്നുവോ? Not being understood by your friends? നിന്റെ സ്നേഹിതന്മാർ നിന്നെ മനസ്സിലാക്കുന്നില്ലയോ? Or deserted by your hopes and your dreams? നിന്റെ സ്വപ്നങ്ങളും അതുപോലെ തന്നെ പ്രത്യാശകളും പരിത്യജിക്കപ്പെട്ടിരിക്കുന്നുവോ? Thinking this would work. ഇതെല്ലാം ശരിയാകുമെന്ന് നീ ചിന്തിച്ചിരിക്കാം. But all crashing down. എന്നാൽ സകലതും തകർന്നു പോകുകയാണ്. He is here to keep you all alone with him. തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്ന നിന്നെ തന്നോട് ചേർത്ത് പിടിക്കുന്നതിന് യേശുക്രിസ്തു ഇവിടെയുണ്ട്. So that you'd unite with Jesus and become strong. അതുകൊണ്ട് യേശുവിനോട് പറ്റിച്ചേർന്ന് ശക്തി പ്രാപിച്ചവളായി മാറുവാൻ നിനക്ക് സാധിക്കുന്നു. And you would cling on to him with a great passion. അത്യധികമായ താല്പര്യത്തോടെ നീ യേശുവിനോട് പറ്റിച്ചേരും. That is what a woman did. Everyone in the city called her a sinner. അതാണ് ഒരു സ്ത്രീ ചെയ്തത്. ആ പട്ടണത്തിലെ എല്ലാവരും ആ സ്ത്രീയെ പാപിയെന്ന് വിളിച്ചിരുന്നു. Nobody wanted to be with her. ആരും അവളോടൊപ്പം ആയിരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല.
Nobody wanted to associate themselves with her. അവളോട് സ്നേഹബന്ധം പുലർത്തുവാൻ ആരും And ഇഷ്ടപ്പെട്ടില്ല. she felt so hurt. അവൾക്ക് വളരെ വേദന അനുഭവപ്പെട്ടു. She felt all alone. അവൾ തികച്ചും ഒറ്റപ്പെട്ടെന്ന് അവൾക്ക് തോന്നി. She felt, what is going to be my future? എന്റെ ഭാവി എന്തായി തീരുമെന്ന് അവൾ ചിന്തിച്ചു. And she heard about Jesus, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. a man who went about doing good for the people. ചുറ്റിത്തിരിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന യേശുവിനെ കുറിച്ച് He loved to do good things for the people. യേശു ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. She came and fell at Jesus' feet, ഉടനടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. only crying and crying and അവൾ crying, യേശുവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ടിരുന്നു. saying no word, ഒരു വാക്കുപോലും പറയാതെ. but speaking so much with her എന്നാൽ tears. അവൾ തന്റെ കണ്ണുനീരിലൂടെ യേശുവിനോട് ധാരാളം I സംസാരിച്ചു. feel all alone, Jesus. യേശുവേ, ഞാൻ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്നു. I feel all ഞാൻ alone. ഒറ്റപ്പെട്ടിരിക്കുന്നു. I cling on to your ഞാൻ legs. അങ്ങയുടെ കാലുകളെ മുറുകെ പിടിക്കുന്നു. You are the only one who can be with me. അങ്ങേക്ക് മാത്രമേ എന്നോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കൂ. Jesus loved her യേശു അവളെ സ്നേഹിച്ചു. and said, don't worry about your sins. They are യേശു forgiven. പറഞ്ഞു, നിന്റെ പാപങ്ങളെ കുറിച്ചോർത്ത് നീ വിഷമിക്കേണ്ട, നിന്റെ പാപങ്ങളെ ഞാൻ Come ക്ഷമിച്ചിരിക്കുന്നു. and follow me. നീ വന്ന് എന്നെ അനുഗമിക്കൂ. Go in peace. നീ സമാധാനത്തോടെ പോകൂ. Great peace comes to us വലിയ സമാധാനം നമ്മിലേക്ക് വരുന്നു as we submit to Jesus. നമ്മൾ നമ്മെ തന്നെ യേശുവിന് സമർപ്പിക്കുമ്പോൾ. There was a woman called Mary also who knew about Jesus. മറിയ എന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു. അവളും യേശുവിനെ കുറിച്ച് അറിഞ്ഞിരുന്നു. When he came to visit her home, യേശു തന്റെ ഭവനം സന്ദർശിക്കുവാൻ വന്നപ്പോൾ instead of getting everything ready for dinner, യേശുവിന് അത്താഴം ഒരുക്കുന്നതിന് പകരം she came and just sat at Jesus' feet saying, Jesus, please speak to me. അവൾ വന്ന് യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് പറഞ്ഞു, യേശുവേ, ദയവായി എന്നോട് സംസാരിച്ചാലും. That is enough for me. I want to hear you speaking all the time. അത് മാത്രം എനിക്ക് മതി. അങ്ങ് സംസാരിക്കുന്നത് എപ്പോഴും എനിക്ക് കേൾക്കണം. Words are different. അങ്ങയുടെ വാക്കുകൾ തികച്ചും വ്യത്യസ്തമായ It വാക്കുകളാണ്. makes me come alive. ആ വാക്കുകൾ എന്നെ ജീവനോടെ എഴുന്നേൽപ്പിക്കും. Whereas if I go and hear from my friends or from my family, I feel only darkness. ഞാൻ എന്റെ സ്നേഹിതന്മാരുടെ കുടുംബാംഗങ്ങളുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ അന്ധകാരത്തിൽ അകപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. I'm not happy. എനിക്ക് സന്തോഷം തോന്നുന്നില്ല. I want to hear your voice. എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. You're also going to say the same thing every day. നിങ്ങളും എല്ലാ ദിവസവും ഇതേ കാര്യം പറയുവാൻ പോകുന്നു. Sitting at his feet every morning and saying, Jesus, speak to me from this Bible. Speak to me. I want to hear you. നിങ്ങൾ എന്നും യേശുവിന്റെ കാൽക്കലിരുന്ന്, യേശുവേ, എന്നോട് സംസാരിക്കണമേ, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണമെന്ന് പറയുവാൻ പോകുന്നു. His words will come alive. യേശുവിന്റെ വാക്കുകൾ ജീവനോടെ നമ്മിലേക്ക് കടന്നു Your വരും. Bible reading is not going to be the same anymore. നിങ്ങളുടെ വേദവായന ഇനി പഴയതുപോലെ ആയിരിക്കുവാൻ പോകുന്നില്ല. Because his spirit is alive and burning in each one of you. കാരണം യേശുവിന്റെ ആത്മാവ് ജീവനോടെ നിങ്ങൾക്കുള്ളിൽ കത്തി ജ്വലിക്കുന്നു. Be in silence and wait to listen for his voice. നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കാത്തിരിക്കുവിൻ. And those words will come alive, burning in your heart. ആ വാക്കുകൾ ജീവനോടെ നിങ്ങളിലേക്ക് വരും, നിങ്ങളുടെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കും. And you will hear the voice of the Almighty God. നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. It'll bring you great joy that Jesus has spoken to അത് me. നിങ്ങളിൽ വലിയ സന്തോഷം ജനിപ്പിക്കും. നിങ്ങൾ പറയും, യേശു എന്നോട് What സംസാരിക്കുന്നു. more do I want? ഇതിലധികം എനിക്ക് എന്ത് വേണം? You will receive that word and become strong. നിങ്ങൾ യേശുവിന്റെ വചനങ്ങൾ സ്വീകരിച്ച് ബലം പ്രാപിക്കും. It'll be like no other. So that's how Mary was so joyful when Jesus spoke. അങ്ങനെയാണ് യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ മറിയ അത്യധികം സന്തോഷവതിയായി തീർന്നത്. This is what is fascinating about listening to Jesus. യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതാണ് നമ്മെ ആകർഷിക്കുന്നത്. Hearing about him, യേശുവിനെ കുറിച്ച് കേൾക്കുവിൻ, being with him, യേശുവിനോടൊപ്പം ആയിരിക്കുവിൻ, enjoying him, യേശുവിന്റെ സാന്നിധ്യം ആസ്വദിക്കുവിൻ, passionate towards him and clinging on to him. യേശുവിനെ കുറിച്ച് അറിയുവാൻ, യേശുവിനോട് പറ്റിച്ചേരുവാൻ അതിയായ താല്പര്യത്തോടിരിപ്പിൻ. This input of Jesus that you keep on getting യേശുവിനെ കുറിച്ചുള്ള ഈ നിക്ഷേപങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തുടർന്ന് സ്വീകരിക്കുവിൻ. makes your heart strong and powerful. അത് നിങ്ങളുടെ ഹൃദയത്തെ ശക്തിയുള്ളതാക്കി തീർക്കും. That even someone hating you and beating you, ആരെങ്കിലും ഒരാൾ നിങ്ങളെ പകച്ചാലും നിങ്ങളെ you അടിച്ചാലും will be able to love. നിങ്ങൾക്ക് അവരെ സ്നേഹിക്കുവാൻ കഴിയും. Because my heart is full, nothing you do disturbs me. കാരണം എന്റെ ഹൃദയം യേശുവിനാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് എന്നെ A ഉപദ്രവിക്കാനാവില്ല. heart full of Jesus, യേശു നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം, passionate to love him.
യേശുവിനെ സ്നേഹിക്കുവാൻ താല്പര്യപ്പെടുന്ന ഹൃദയം, that is your heart. അതാണ് നിങ്ങളുടെ ഹൃദയം. How does he lead us? എങ്ങനെയാണ് ദൈവം നമ്മെ വഴി നടത്തുന്നത്? He shows us dreams like Joseph. യോസേഫിന് കാണിച്ചു കൊടുത്തതുപോലെ ദൈവം നമുക്ക് സ്വപ്നങ്ങൾ കാണിച്ചു The തരുന്നു. first dream he got was to be highly positioned in his family, that everyone would bow തന്റെ before him. കുടുംബത്തിൽ തനിക്ക് ഉന്നത സ്ഥാനം ലഭിക്കുന്നതും എല്ലാവരും തന്നെ വണങ്ങുന്നതുമായ ഒരു സ്വപ്നമാണ് ആദ്യം യോസേഫ് കണ്ടത്. So he knew that he would be in an honorable position by God. ദൈവം തന്നെ ആദരണീയമായ സ്ഥാനത്തേക്ക് ഉയർത്തുമെന്ന് യോസേഫ് അറിഞ്ഞു. What happened when he got such a dream? അതുപോലെയുള്ള സ്വപ്നം കണ്ടപ്പോൾ യോസേഫിന് എന്താണ് സംഭവിച്ചത്? Did he develop wings and start flying to the top? യോസേഫിന് ചിറക് ലഭിച്ചുവോ? അവൻ ചിറകടിച്ച് ഉയർന്നു പറന്നു. He was put down on the ground instead. എന്നാൽ അതിനു പകരം അവൻ വെറും തറയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് His ഉണ്ടായത്. brothers hated him and put him in the pit. അവന്റെ സഹോദരന്മാർ അവനെ വെറുത്തു, അവനെ പൊട്ടക്കുഴിയിൽ ഇട്ടുകളഞ്ഞു. Sold him as a slave to a foreign country. ഒരു അടിമയായി അവനെ വിദേശികൾക്ക് വിറ്റുകളഞ്ഞു. And he ended up rising up to work for a master in that foreign country. അവൻ ആ വിദേശ രാജ്യത്ത് ഒരു യജമാനന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വന്നു. For an official in the government. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വേണ്ടി പ്രവർത്തിക്കേണ്ടി വന്നു. And the official's wife wrongly complained and accused him and put him in jail. ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ അവന്റെ മേൽ തെറ്റായ കുറ്റങ്ങൾ ആരോപിച്ചു, അവനെ കാരാഗൃഹത്തിൽ അടച്ചു. Struggle after struggle. അവൻ ഒന്നിനു പിറകെ ഒന്നായി കഷ്ടങ്ങൾ നേരിട്ടു. Great depression should have come upon a person when they face such things. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു വ്യക്തി വളരെയധികം നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കും. But he kept seeing the dream. എന്നാൽ അവൻ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. Dream of honor. തനിക്ക് ആദരവ് ലഭിക്കുന്ന സ്വപ്നങ്ങൾ God has കണ്ടുകൊണ്ടിരുന്നു. already promised me. കാരണം ദൈവം എനിക്ക് മുൻകൂട്ടി വാഗ്ദത്തം I will നൽകിയിട്ടുണ്ട്. not be afraid. അതുകൊണ്ട് ഞാൻ I ഭയപ്പെടുകയില്ല. will not stop. ഞാൻ ഇതുകൊണ്ടൊന്നും I നിർത്തുകയില്ല. will not feel bad. ഞാൻ ഒരിക്കലും വിഷമിക്കുകയില്ല. I will not be afraid of where I've been put. എന്നെ ഏത് കാരാഗൃഹത്തിൽ അടച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. Thank God for these dreams he shows ദൈവം us. നമുക്ക് കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. And the faith he keeps in us to believe in that dream. ആ സ്വപ്നങ്ങൾ വിശ്വസിക്കുവാൻ ദൈവം നൽകുന്ന വിശ്വാസത്തിനായി ദൈവത്തിന് സ്തോത്രം. Joseph kept rising up and another dream came in that prison itself. യോസേഫ് ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ കാരാഗൃഹത്തിൽ വെച്ച് തന്നെ യോസേഫ് മറ്റൊരു സ്വപ്നം കണ്ടു. Dream about a plans for the രാജ്യത്തിന് nation. വേണ്ടിയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള സ്വപ്നം യോസേഫ് കണ്ടു. And he showed it to the king. അവൻ അത് രാജാവിനോട് പറഞ്ഞു. The king put him in charge of the nation itself. രാജാവ് യോസേഫിനെ ദേശത്തിന്റെ മേലാധികാരിയാക്കി മാറ്റി. Such are the dreams that God shows us. അതുപോലെയുള്ള സ്വപ്നങ്ങളാണ് ദൈവം നമുക്ക് കാണിച്ചു Don't തരുന്നത്. take lightly of yourself. നിങ്ങൾ നിങ്ങളെ തന്നെ നിസാരമായി ഒരിക്കലും കാണരുത്. Your passion for Jesus will open up such dreams to you. യേശുവിനോടുള്ള നിങ്ങളുടെ അഭിനിവേശം അത്തരം സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്നതിന് And കാരണമാണ്. he leads us through tremendous wisdom like he gave to അതുപോലെ Daniel. ദൈവം ദാനിയേലിന് ജ്ഞാനം നൽകിയതുപോലെ ജ്ഞാനത്തിന്റെ വഴികളിലൂടെ നമ്മെ നടത്തുന്നു. Wisdom which makes the kings amazed of a young boy's wisdom. ഒരു യൗവനക്കാരനായ ബാലന്റെ ജ്ഞാനം രാജാവിനെ വിസ്മയത്തിൽ ആഴ്ത്തി. And he also speaks into our heart and moves us prophetically. ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നു, പ്രവചനാത്മകമായ രീതിയിൽ നമ്മോട് ഇടപെടുന്നു. This is what I need you to do. ഞാൻ ഇതാണ് ചെയ്യേണ്ടത്. This is where I need you to go. ഞാൻ ഈ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. I placed you in this company to do this. ഇത് ചെയ്യുവാൻ ഞാൻ നിന്നെ ഈ കമ്പനിയിലാക്കി വെക്കുന്നു. You hear his personal voice leading. നിങ്ങൾ ദൈവത്തിന്റെ വ്യക്തിപരമായ ശബ്ദം കേൾക്കുന്നു. And he finally shows signs also of opening doors one after the other in your life. അവസാനമായി നിങ്ങൾക്ക് വേണ്ടി ഒന്നൊന്നായി വാതിലുകൾ തുറക്കപ്പെടുന്നതിന്റെ അടയാളങ്ങൾ കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. Doors open automatically. നിങ്ങൾക്ക് മുൻപിൽ വാതിലുകൾ താനെ തുറക്കപ്പെടുന്നു. You're so thrilled that the Lord is leading you. ദൈവം നിങ്ങളെ വഴി നടത്തുമ്പോൾ നിങ്ങൾ അത്യധികം ആവേശഭരിതരാകും. This is how he pushes you towards his purpose. ഇങ്ങനെയാണ് തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. Others go and wonder and fail and fall and try and cry and become depressed. മറ്റുള്ളവർ പുറപ്പെട്ടു പോയി പരാജയപ്പെടുന്നു, വീണു പോകുന്നു, പരിശ്രമിക്കുന്നു, നിലവിളിക്കുന്നു, ഒടുവിൽ വിഷാദത്തിനടിമപ്പെടുന്നു. But you're so confident because God keeps on leading you, showing you what you should do. എന്നാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നു, കാരണം ദൈവം നിങ്ങളെ വഴി നടത്തുന്നു, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. That's the great blessing we receive as his children. ദൈവ മക്കളെന്ന നിലയിൽ നമ്മൾ പ്രാപിക്കുന്ന വലിയ അനുഗ്രഹം അതാണ്. He will bless your passionate work. കർത്താവ് നിങ്ങളുടെ താല്പര്യത്തോടെയുള്ള പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കും.
And He'll reward you by opening the floodgates of heaven. സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്ന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. Tremendous blessing will come upon everything that you do. നിങ്ങൾ ചെയ്യുന്ന സകലതിന്മേലും അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടും. You will be the favorite of people. നിങ്ങൾ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറും. Yes, everybody will like you അതെ, എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും. and say there is something special on what this kid is doing. എല്ലാവരും പറയും, ഈ കുട്ടി ചെയ്യുന്ന കാര്യത്തിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ. As per Philippians 2:15, that you would be a blameless generation who would shine like stars in the sky. ഫിലിപ്പിയർ 2:15 പ്രകാരം നിങ്ങൾ നിഷ്കളങ്കതയുള്ള തലമുറയായിത്തീരും, ആകാശത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. And He drives you to accomplish them so that your heart will be filled so full. അതെല്ലാം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുവാൻ കർത്താവ് നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നതായി That's നിങ്ങൾക്ക് what is തോന്നും. written in Philippians 3:14. ഫിലിപ്പിയർ 3:14 വാക്യത്തിൽ അതാണ് എഴുതിയിരിക്കുന്നത്. I push on towards the goal ഞാൻ ലാക്കിലേക്ക് ഓടുന്നു, to win the prize of God's heavenly calling in Christ Jesus. ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി. For this I push on towards the goal with passion for Jesus. അതിനായി യേശുവിനോടുള്ള അഭിനിവേശത്തോടെ ഞാൻ ലാക്കിലേക്ക് So ഓടുന്നു. even now for a few moments shall we open our heart to receive a great passion from ആകയാൽ Jesus. ഇപ്പോഴും ഏതാനും ചില നിമിഷങ്ങൾ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള അമിതമായ താല്പര്യം യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. Ask Him right now. ഇപ്പോൾ യേശുവിനോട് യാചിക്കുവിൻ. Feed me with love, Lord. കർത്താവെ, സ്നേഹത്തോടെ എന്നെ പാലിക്കണമേ. Feed me with love, Lord. സ്നേഹത്തോടെ എന്നെ പാലിക്കണമേ. Open your hearts right now, my friends. സ്നേഹിതന്മാരെ, ഇപ്പോൾ ഹൃദയം തുറക്കുവിൻ, Fully. പൂർണ്ണമായി തുറക്കുവിൻ. Let me experience you, Jesus. യേശുവേ, ഞാൻ അങ്ങയെ അനുഭവിച്ചറിയട്ടെ. We need His Spirit. എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം. We need Him as our friend. ഒരു സ്നേഹിതനെ പോലെ നമുക്ക് യേശുവിനെ ആവശ്യമുണ്ട്. His Spirit makes us thirst for Jesus. യേശുവിന് വേണ്ടി ദാഹിക്കുവാൻ യേശുവിന്റെ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. His Spirit leads us in our lives so that we don't fall but keep on rising. യേശുവിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നതുകൊണ്ട് നമ്മൾ വീണു പോകുകയില്ല, നമ്മൾ തുടർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കും. More than you, He loves you. നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം ദൈവം നിന്നെ More സ്നേഹിക്കും. than you, He is anxious to fill you. അധികം നിന്നെ നിറയ്ക്കുവാൻ ദൈവം ആകാംക്ഷയോടെ So ഇരിക്കുന്നു. don't wonder if you're worthy to receive Him. ആകയാൽ അത് സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യനാണോ എന്ന് ചിന്തിച്ച് നിങ്ങൾ I'm a ഭാരപ്പെടേണ്ട. sinful person. അയ്യോ, ഞാനൊരു പാപിയാണല്ലോ എന്ന് നിങ്ങൾ Or I'm a ചിന്തിക്കില്ല. person with so much struggles in my heart. എന്റെ ഹൃദയത്തിൽ നിരവധി ഭാരങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലോ ഞാൻ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. Just open and think about Jesus. നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുവിൻ. The one who hung on the നിങ്ങൾക്ക് വേണ്ടി cross. ക്രൂശുമരണം വരിച്ച യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുവിൻ. Despite the pain, യേശു തന്റെ വേദനയെ കാര്യമാക്കാതെ saying, I love you. യേശു പറയുന്നു, എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I love you, my child. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. I want you, my child. എന്റെ കുഞ്ഞെ, എനിക്ക് നിന്നെ വേണം. I will endure all this if you alone come to me. നീ ഒറ്റയ്ക്ക് എന്റെ അരികിൽ വരികയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കും. If all that is killing you is being taken away, നിന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന സകലതും എടുത്തു മാറ്റപ്പെടുകയാണെങ്കിൽ I will endure this gladly ഞാൻ സന്തോഷത്തോടെ അതെല്ലാം സഹിക്കും. for you. നിനക്ക് വേണ്ടി, For you. നിനക്ക് വേണ്ടി. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He's meeting you, my friend. യേശു നിങ്ങളെ കണ്ടുമുട്ടുന്നു. Behold the love of God. യേശുവിന്റെ സ്നേഹം സ്വന്തമാക്കുവിൻ. The love of Jesus. യേശുവിന്റെ സ്നേഹം, Taste the love of യേശുവിന്റെ Jesus. സ്നേഹം രുചിച്ചറിയുവിൻ. There is nothing like it in this ഈ world. ലോകത്തിൽ യേശുവിന്റെ സ്നേഹത്തെ പോലെ മറ്റൊന്നുമില്ല. Tremendous love is filling you. യേശുവിന്റെ സ്നേഹം നിങ്ങളെ നിറയ്ക്കുന്നു. Waves and waves of love. സ്നേഹത്തിന്റെ തരംഗങ്ങൾ നിങ്ങളിൽ വന്ന് നിറയുന്നു. Thank you, Lord. കർത്താവേ, നന്ദി. Amen.